നമസ്കാരം. സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ സാധകർക്കും അല്ലെങ്കിൽ സാധാരണ ഏതൊരാൾക്കും ഏറ്റവും അധികം ജീവിതത്തിൽ ഉപകരിക്കുന്ന ഒരു വിഷയവുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതായത് ഒരാളുടെ ആരോഗ്യസ്ഥിതി എത്ര റൈപ്പനാണ്, എത്ര ആരോഗ്യമുണ്ടോ, ഒരാൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, നമുക്ക് ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖമുണ്ടോ എന്ന് സ്വയം മനസ്സിലാക്കാനുള്ള ഒരു വിദ്യയാണ്, ഒരു യോഗ വിദ്യയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. യോഗവിദ്യയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇതിനെ നമ്മൾ ശരം നോക്കുക എന്നാണ് പറയുക. ശരനൂൽ ശാസ്ത്രത്തിൽ വരുന്ന, അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു ടെക്നിക്കാണിത്. ശരം എന്ന് പറഞ്ഞാൽ ശ്വാസം തന്നെയാണ്. ശ്വാസത്തിന്റെ നീളം നോക്കിയിട്ട്, അതായത് പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിന്റെ നീളം നോക്കി നമ്മളുടെ ആരോഗ്യസ്ഥിതിയെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു വിദ്യയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് നമ്മൾ പ്രാണായാമം എല്ലാം ചെയ്യുന്നത് നമ്മളുടെ ശ്വാസത്തെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ്. ശ്വാസത്തിൽ നമുക്ക് യോഗം സിദ്ധിക്കുന്നതിന് അനുകൂലമായ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാണായാമങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ പ്രാണായാമങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ആ സമാധി നേടുന്ന അവസ്ഥ അത്രയും ആഴത്തിൽ പുരോഗമിച്ച് അത്രയും മുന്നേറി കഴിയുന്ന സമയത്ത് ശ്വാസം ഇവിടെ മാത്രമായിട്ട് കേന്ദ്രീകരിക്കും. നമ്മുടെ മൂക്കിന്റെ പുറകുവശത്ത്, അതിന്റെ തുടക്ക ഭാഗത്ത് ഇവിടെ മാത്രമായിട്ട് ശ്വാസം നടക്കും. ഒരു ബിന്ദുവിൽ മാത്രമായിട്ട് ശ്വാസത്തെ കേന്ദ്രീകരിക്കപ്പെടും. ഈ അവസ്ഥയിലാണ് നമുക്ക് സമാധി ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഉള്ളിൽ കുംഭകം സംഭവിക്കുന്നത്. സ്വാഭാവികമായിട്ട് കേവല കുംഭകം എന്നാണ് അതിനെ പറയുക. ആ കേവല കുംഭകം സംഭവിക്കുമ്പോഴാണ് സമാധിയിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. മനസ്സ് പരിപൂർണമായി നിശ്ചലമാവുകയും നമ്മളുടെ ആത്മാവിനെ അറിയുകയും ചെയ്യുന്ന ആ നിമിഷമാണ് സമാധി എന്ന് പറയുന്നത്. അത് സംഭവിക്കണമെങ്കിൽ കേവല കുംഭകം സംഭവിക്കണം. കേവല കുംഭകം എന്നാൽ ശ്വാസം ഇവിടെ മാത്രം കേന്ദ്രീകരിക്കപ്പെടുക എന്നുള്ളതാണ്. സാധാരണ നിലയ്ക്ക് നമ്മൾ ശ്വസിക്കുമ്പോൾ ശ്വാസം ഇങ്ങനെ ഉള്ളിലേക്ക് കയറുന്നു, അതിങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ ശിരസിനകത്ത് നിന്ന് തിരിഞ്ഞ് ശരീരത്തിനകത്തേക്ക് വ്യാപിക്കുന്നു. ശ്വാസം പുറത്തു വിടുമ്പോൾ ഇതേപോലെ പ്രാണവായു മുകളിലേക്ക് വന്ന് ശിരസിനകത്ത് തിരിഞ്ഞ് നാസാരന്ധ്രങ്ങളിലൂടെ അത് പുറത്തു പോകും. ഈ പ്രക്രിയ നടക്കുമ്പോൾ തന്നെ ഈ ശ്വാസവായുവിനകത്ത് പ്രാണൻ എന്ന ഒരു കോസ്മിക് എനർജി, അല്ലെങ്കിൽ നമ്മളുടെ ജൈവ ഊർജമുണ്ട്. ആ ഊർജം ഇതിനോടൊപ്പം പുറത്തേക്കും അകത്തേക്കും വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഈ ശ്വാസത്തോടൊപ്പം ഈ പ്രാണനും നമ്മൾ അകത്തേക്ക് എടുക്കുന്നുണ്ട്. അതുപോലെ പുറത്ത് വിടുമ്പോൾ പ്രാണൻ പുറത്തു പോകുന്നുണ്ട്. ഈ പുറത്ത് പോയി നശിക്കുന്ന പ്രാണനെ അകത്തുകൂടെ നടത്തുക എന്നതാണ് പ്രാണായാമ വിദ്യയുടെ രഹസ്യം. ഇപ്പൊ ഇത് പെട്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ബോധ്യമാവില്ല. ഇതെന്താണ് ഇപ്പൊ ഈ പുറത്തു പോയി നശിക്കുന്ന പ്രാണനെ എങ്ങനെയാണ് നമ്മൾ അകത്ത് നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് ബോധ്യമാവില്ല. പക്ഷെ നമ്മുടെ യോഗ പദ്ധതിയിൽ മുന്നേറും തോറും അതിന്റെ അനുഭവത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാവും. നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ആ വായു പുറത്തേക്ക് പോകും. പക്ഷേ അതിലടങ്ങിയിട്ടുള്ള പ്രാണൻ ഈ ശിരസിനകത്ത് വെച്ച് തിരിഞ്ഞ് നാസാരന്ധ്രങ്ങളുടെ പുറത്തു പോകുന്നതിന് പകരം അത് നമ്മളുടെ ചിതാകാശത്തിൽ, മസ്തിഷ്കത്തിലേക്ക് ആ പ്രാണനെ നിറയ്ക്കുന്ന വിദ്യയാണ് പ്രാണായാമം എന്ന് പറയുന്നത്. അങ്ങനെ പ്രാണനെ നമ്മൾ ചിതാകാശത്തിലേക്ക് ഡയറക്റ്റ് ചെയ്യുമ്പോൾ പുറത്തു പോയി നശിക്കാനുള്ള പ്രാണൻ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ശ്വാസം എന്നത് ഇവിടെ ഈ ഒരു ബിന്ദുവിൽ മാത്രമായിട്ട് കേന്ദ്രീകരിക്കപ്പെടും. ഇതാണ് ഏറ്റവും ആരോഗ്യകരമായ അവസ്ഥ. സമാധി അവസ്ഥ എന്ന് പറയുന്നത് നമ്മളുടെ അസ്തിത്വത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ അവസ്ഥ, പരമമായ ആനന്ദാവസ്ഥ. ഇത് എല്ലാവർക്കും ലഭ്യമല്ല. നമ്മൾ പ്രാണായാമമൊക്കെ ചെയ്ത് കുറെ കാലം അതിൽ മുന്നേറി കഴിയുമ്പോഴാണ് നമുക്ക് ക്രമേണ ഈ സമാധി അവസ്ഥ, കേവല കുംഭകവും സമാധി അവസ്ഥയും സിദ്ധിക്കുന്നത്. എന്നാൽ സാധാരണ നിലയിൽ ഈ ശ്വാസം പുറത്തേക്ക് പോയി നശിക്കുന്നുണ്ട്. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, തിരിച്ച് ശ്വാസം പുറത്തു വിടുമ്പോൾ ഇത്രയും ദൂരം നമ്മുടെ ശരീരത്തിനകത്തൂടെ ചലിക്കുകയും കുറച്ച് ഭാഗം പുറത്തേക്ക് വന്ന് പോവുകയും ആണ് ചെയ്യുന്നത്. അതോടൊപ്പം നമ്മുടെ പ്രാണനും ഇവിടെ പുറത്തു പോയിട്ട് നശിക്കുന്നുണ്ട്.
അപ്പോൾ ഇത് നമ്മൾ പറയുന്ന ടെക്നിക്കിലേക്ക് വന്നാൽ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട്, കൃത്രിമമായിട്ട് നമ്മൾ സമ്മർദ്ദം ഏൽപ്പിക്കാനൊന്നും പാടില്ല. സ്വാഭാവികമായിട്ട് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മളെ കൈകൾ ഇങ്ങനെ കമഴ്ത്തി മൂക്കിനടുത്ത് നാസാരന്ധ്രങ്ങൾക്ക് അടുത്ത് പിടിച്ചാൽ പുറത്തേക്ക് വരുന്ന ശ്വാസം നമ്മളുടെ കൈകളുടെ പുറത്ത് തട്ടുന്നുവെങ്കിൽ എത്ര ദൂരത്തേക്ക് ആ ശ്വാസം എത്തുന്നുണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ കൈകളെ ഇങ്ങനെ ചലിപ്പിച്ച് നാസാരന്ധ്രത്തിൽ നിന്ന് വരുന്ന ശ്വാസം എത്ര ദൂരം വരെ നമ്മളുടെ കൈകളിൽ വന്ന് തട്ടുന്നു എന്ന് നോക്കുക. അപ്പോ ഇത് രോഗാവസ്ഥയിലാണെങ്കിൽ, നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ ഈ പുറത്തേക്ക് വരുന്ന വായുവിന്റെ അളവ് കൂടുതലായിരിക്കും. വളരെ ദൂരെ പിടിച്ചാൽ പോലും അവിടേക്ക് വരെ ആ ശ്വാസം എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അസുഖമുള്ള സമയത്ത് നമുക്ക് അസുഖമുണ്ട്, നമുക്ക് ഉള്ളിൽ അറിഞ്ഞോളണമെന്നില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ അസുഖം ഉണ്ടായിരിക്കും. അപ്പൊ ഈ ശ്വാസത്തെ നിരീക്ഷിച്ചാൽ നമുക്ക് എന്തെങ്കിലും കാര്യമായ അസുഖം ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മൾ ശ്വാസം വിടുമ്പോൾ കൈകളെങ്ങനെ നാസാരന്ധ്രത്തിന് അടുത്ത് നിന്ന് ഇങ്ങനെ കൊണ്ടുപോയി നോക്കുക. അപ്പൊ എത്ര ദൂരത്തേക്ക് ശ്വാസം എത്തുന്നുണ്ടോ അതാണ് നമ്മളുടെ ആരോഗ്യത്തിന്റെ ഇൻഡിക്കേഷൻ. ഇപ്പോൾ വളരെ ദൂരെ വരെ ശ്വാസം എത്തുന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യമായ എന്തോ അസുഖം ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. സാധാരണ നിലയിൽ ഒരു 4 വിരൽ ഒക്കെയാണ് ശ്വാസം തട്ടാൻ സാധ്യതയുള്ളത്. അത് വലിയ ആരോഗ്യ പ്രശ്നമില്ല. പക്ഷെ ആത്മീയമായിട്ടുള്ള മുന്നേറ്റം തുടങ്ങുന്നേ ഉള്ളൂ. ആത്മീയമായി മുന്നേറി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ മൂക്കിന്റെ വളരെ അടുത്ത് വെച്ച് ശ്വസിച്ചാൽ പോലും ശ്വാസം പുറത്തേക്ക് വന്ന് സ്കിന്നിൽ തട്ടുന്നതായിട്ട് നമുക്ക് അറിയില്ല, അതിന്റെ ചൂട് നമുക്ക് അനുഭവപ്പെടില്ല. അപ്പൊ ശ്വാസം ഉള്ളിൽ നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ രഹസ്യ വിദ്യ എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ ഷർട്ട് ഇടാതെ തൊഴാൻ നിൽക്കുമ്പോഴൊക്കെ തൊട്ട് പുറകിൽ നിൽക്കുന്ന ആളുടെ ശ്വാസം, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ എവിടെയെങ്കിലുമൊക്കെ ക്യൂ നിൽക്കുമ്പോൾ തൊട്ട് പുറകിൽ നിൽക്കുന്ന ആളുടെ ശ്വാസം ഇങ്ങനെ നമ്മളുടെ ശരീരത്തിൽ വന്ന് തട്ടുന്നതായിട്ട് നമുക്ക് തോന്നും. നമ്മൾ അസ്വസ്ഥപ്പെട്ടിട്ടുണ്ടാവും. അതിനർത്ഥം അങ്ങേർക്ക് തൊട്ട് പുറകിൽ നിൽക്കുന്ന ആൾക്ക് കാര്യമായ എന്തോ അസുഖം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ശ്വാസത്തിന്റെ നീളം, നമ്മൾ പുറത്തേക്ക് വരുന്ന ശ്വാസത്തിന്റെ നീളം മനസ്സിലാക്കി നമുക്ക് ആരോഗ്യമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ഉണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മളുടെ ആത്മീയ ഉന്നതിയെ അളക്കാനും ഇതേ വിദ്യ തന്നെ പരിശീലിച്ചാൽ മതി. നമ്മുടെ ശ്വാസം മൂക്കിനടുത്ത് പിടിച്ചാലും അത് കൈകളിൽ തട്ടുന്നില്ലെങ്കിൽ നമ്മൾ ആത്മീയമായി വളരെയധികം മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൽ തന്നെ ശ്വാസം പോകുന്ന ദിശ അനുസരിച്ച് ഏത് പഞ്ചഭൂതങ്ങളിൽ ഏതാണോ അവിടെ കുറഞ്ഞിരിക്കുന്നത്, ഏതിനാണോ പ്രശ്നം, അതൊക്കെ തിരിച്ചറിയാനുള്ള വിദ്യകൾ ഇനിയുമുണ്ട്. ഇപ്പൊ നമുക്ക് അത്രയൊന്നും ആഴത്തിൽ പോകേണ്ടതില്ല. ഇപ്പൊ നമ്മൾ സാമാന്യമായി ഇത്രയും കാര്യം തന്നെ മനസ്സിലാക്കുക. ശ്വാസം നമ്മളുടെ കൈകളിൽ, മൂക്കിൽ നിന്ന് വരുന്ന ശ്വാസം നമ്മളുടെ കൈകളിൽ തട്ടുന്ന ദൂരം കൂടുതലാണെങ്കിൽ നമുക്ക് എന്തോ അസുഖമുണ്ട് എന്നും, അതിങ്ങനെ കുറഞ്ഞു വരികയാണെങ്കിൽ ഒരു 4 വിരൽപ്പാട് അകലെയൊക്കെ ആണെങ്കിൽ അസുഖമില്ല, ആരോഗ്യത്തിൽ തന്നെയാണ്, പക്ഷെ ആത്മീയ പുരോഗതി നേടിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. ശ്വാസം തീരെ കൈകളിൽ തട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആത്മീയമായി വളരെ ഉന്നത നിലയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിക്കും, ജീവിതത്തിൽ ഉപകരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ പരിശോധിച്ച് നോക്കുക, സ്വയം പരിശോധിച്ച് നോക്കുക. നമ്മളുടെ കുട്ടികളോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഈ പരിശോധന നടത്തിയാൽ എന്തെങ്കിലും കാര്യമായ അസുഖം ഉണ്ടോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രാണായാമത്തിൽ മുന്നേറുന്നവർക്ക്, പ്രാണായാമം പരിശീലിച്ച് മുന്നേറുന്നവർക്കും അവരുടെ പുരോഗതി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നന്ദി, നമസ്കാരം. ഇത്തരത്തിൽ യോഗശാസ്ത്ര സംബന്ധിയായ ഒട്ടനവധി വിവരങ്ങൾ, വളരെ രഹസ്യാത്മകമായ വിവരങ്ങൾ അടങ്ങുന്ന ഒരു പുസ്തകമാണ് തുരീയം ബോധോദയത്തിന്റെ രാസവിദ്യ. ഈ പുസ്തകത്തില് ബോധോദയം എന്നാൽ എന്താണ് എന്നതിനെപ്പറ്റി ബയോളജിക്കലായും അതുപോലെ ന്യൂറോളജിക്കലായിട്ടും മനഃശാസ്ത്രപരമായും വിശകലനം ചെയ്യുന്നു. എന്താണ് ഈ ബോധോദയത്തിന്റെ അവസ്ഥ എന്ന്, അതുപോലെ ഈ ഒരു ബോധപ്രാപ്തനെ നമ്മൾ മനസ്സിലാക്കാനുള്ള വിദ്യകൾ,
എങ്ങനെയാണ് ഒരാൾ ബോധപ്രാപ്തനാണോ എന്ന് തിരിച്ചറിയുക, അതിന്റെ വഴികൾ എന്തെല്ലാമാണ്. അതുപോലെ കുണ്ടലിനി ശക്തി, എന്താണ് കുണ്ടലിനി ശക്തി? നാഡീശാസ്ത്രപരമായി ന്യൂറോളജിക്കലായിട്ട് കുണ്ടലിനി ശക്തി എന്നത് എങ്ങനെയാണ് ഏത് പ്രാണായാമങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ പറ്റുന്നത്? ഇങ്ങനെ കുണ്ടലിനി ശക്തി നമ്മുടെ ശരീരത്തിൽ ഉണരുമ്പോൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇത്തരത്തില് മറ്റൊരു ഗ്രന്ഥത്തിലും മറ്റൊരു യോഗശാസ്ത്ര ഗ്രന്ഥത്തിലും ഇന്നേ വരെ പ്രതിപാദിക്കാത്ത ഒട്ടനവധി വിഷയങ്ങൾ അടങ്ങിയ ഒരു വളരെ ലളിതമായ എന്നാൽ വളരെ സമഗ്രമായ ഒരു റഫറൻസ് പുസ്തകം, റഫറൻസ് ആയിട്ട് പോലും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഗ്രന്ഥമാണ് തുരീയം ബോധോദയത്തിന്റെ രാസവിദ്യ എന്നത്. ഇത് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇത് കൈപ്പറ്റണമെന്ന് ആഗ്രഹിക്കുന്നവര് നിങ്ങളുടെ വിലാസം പിൻകോഡ് സഹിതം ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക.